അത് ഇവിടെ നിന്ന് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. പേഷ്യൻസിന് കിട്ടേണ്ട മരുന്നാണ്. പക്ഷെ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങണമെന്ന് ആരാണ് പറഞ്ഞത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപ്പം പിന്നെ ഇവിടുന്ന് സൗജന്യമായി കിട്ടുന്ന മരുന്ന് സാധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളോ മറ്റോ അങ്ങനെ? ഇൻഷുറൻസ് കാർഡ് ഉള്ളതാണ്, അതിന് കിട്ടുന്നതാണ്. ഇൻഷുറൻസ് കാർഡ് ഉള്ളതുകൊണ്ട് കാർഡ് വെച്ച് പൈസ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. നമസ്കാരം. നമ്പർ 1 കേരളം എന്ന നാഴികയ്ക്ക് 40 വട്ടം തള്ളിമറിക്കുന്ന പിണറായി രാജാവിന്റെ സ്വന്തം കേരളത്തിൽ വലിയ കപ്പിത്താന്റെ അനുഗ്രഹം കൊണ്ട് ആരോഗ്യരംഗം അങ്ങ് തഴച്ചു വളർന്ന് പന്തലിച്ചുവെന്ന് വീമ്പ് പറയുന്ന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ സ്വന്തം ആതുരാലയത്തിൽ ദിവസേന എന്നോണം നടക്കുന്ന കൊള്ളയുടെയും കൊള്ളരുതായ്മകളുടെയും കണക്കെടുത്താൽ നാണിച്ച് തല താഴ്ത്തുകയല്ലാതെ മറ്റു വഴികളില്ലാതാവും. ഭരണപക്ഷത്തിന്റെ അധികാര ഗർവിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ അടക്കി വാഴുന്ന ഏമാന്മാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇവന്റെയൊക്കെ പിന്നിൽ നിന്ന് കളിക്കുന്ന തലമൂത്ത നേതാക്കന്മാരുടെ ബലത്തിൽ പാവപ്പെട്ട രോഗികളെ പറ്റിച്ചും വെട്ടിച്ചും കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഇവർ അറവുശാലകളാക്കി മാറ്റുകയാണ്. ഇത്തരത്തിൽ നിരവധി പരാതികൾ പലപ്പോഴായി നമുക്ക് മുന്നിൽ എത്തുകയും പലതും നമ്മൾ അന്വേഷണ പരമ്പരകളായി തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിലൊരു കൊടും തട്ടിപ്പിന്റെ കഥയാണ് ക്രൈം പുറത്തുവിടുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിസാറുദ്ദീൻ ക്യാൻസർ രോഗികളുടെ മേൽ അഴിഞ്ഞാടുന്നതായി വ്യാപകമായ ആക്ഷേപവും പരാതികളുമാണ് ക്രൈമിന് ലഭിച്ചത്. ഇതേ തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വിവരം സത്യമാണ് എന്ന് ബോധ്യപ്പെടുക മാത്രമല്ല, കേട്ടതിലും ഭീകരമാണ് കാര്യങ്ങളെന്ന് കണ്ടെത്തുക കൂടി ചെയ്തു. ക്യാൻസർ രോഗികൾക്കായി സർക്കാർ സൗജന്യമായി അനുവദിച്ചിട്ടുള്ള കീമോതെറാപ്പിക്കുള്ള മരുന്നുകൾ തന്റെ ഒപ്പോ സീലോ കൂടാതെ SATയിൽ നിന്നും സൗജന്യമായി നൽകരുത് എന്ന് ആരോഗ്യവകുപ്പ് പോലും അറിയാതെ തന്റെ സ്വകാര്യ താൽപര്യാർത്ഥം ഒരു സർക്കുലർ ഇറക്കി ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും താക്കീത് ചെയ്തിരിക്കുകയാണ് ഈ സൂപ്രണ്ട് നിസാറുദ്ദീൻ. കാരുണ്യ പദ്ധതിയിൽ അംഗമായിട്ടുള്ള രോഗികളുടെ അവകാശമാണ് സൗജന്യ മരുന്ന് എന്നത്. ഇത് സൂപ്രണ്ടിന്റെ ഔദാര്യമാണ് എന്ന നിലയിലാണ് ഈ സർക്കുലർ പ്രകാരം വ്യക്തമാകുന്നത്. രാവിലെ 8 മുതൽ 3 മണി വരെയാണ് സാധാരണയായി ഡോക്ടർമാരുടെ ഡ്യൂട്ടി സമയം. ഇതിനിടയിൽ വരുന്ന ക്യാൻസർ രോഗികൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ലഭ്യമാകണമെങ്കിൽ സൂപ്രണ്ടിന്റെ ഒപ്പ് ആവശ്യമായി വരും. എന്നാൽ ഈ ഒപ്പ് ലഭ്യമല്ലാത്തതിനാൽ 3 ദിവസത്തോളം രോഗികൾ ഒരു ഒപ്പിന് വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വരുന്നു. അഥവാ 3 മണിക്കകം ഒപ്പ് ലഭിക്കുകയാണെങ്കിൽ തന്നെ 5 മണിക്കകം മരുന്ന് കുത്തിവെക്കുന്ന രോഗികളെ ആ ദിവസം മുഴുവൻ വാർഡിൽ അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥയും വരുന്നു. പരമാവധി 20 രോഗികൾക്ക് പോലും കിടക്കാനുള്ള ഇടം അപര്യാപ്തമായ ഈ വാർഡിൽ 50ഓളം രോഗികളെ തിക്കി ഞെരുക്കി കിടത്തേണ്ടി വരുന്ന പരിതാപകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുക. വിവിധ ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം വഹിക്കുന്ന സൂപ്രണ്ട് പല കാര്യങ്ങളിലും കാണിക്കുന്ന അനാസ്ഥ മൂലം പലപ്പോഴും ആശുപത്രിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടമകൾ സൗകര്യപൂർവ്വം മറക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജനറൽ സർജറി വിഭാഗം തലവനായ സൂപ്രണ്ട് തന്നെയാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇൻചാർജ്. കൂടാതെ OPയിലും മറ്റ് പേപ്പർ വർക്കുകളിലും റിസർച്ച് ചെയ്യുന്നതിന്റെ മേൽനോട്ടവും ഇയാൾക്ക് തന്നെയാണ്. ഇങ്ങനെ എല്ലാ മേഖലകളും കൈയടക്കി ഭരിക്കുന്ന സൂപ്രണ്ടിനെ കണ്ടു കിട്ടുക തന്നെ രോഗികൾക്ക് പ്രയാസമാണ്. അങ്ങനെയുള്ള സൂപ്രണ്ടിന്റെ ഒപ്പിനായി ക്യാൻസർ രോഗികൾ ആശുപത്രി മൊത്തം നടന്ന് തളരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ്. തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ സൂപ്രണ്ടിന്റെ അഭാവത്തിൽ RMOയ്ക്കോ ഡെപ്യൂട്ടി സൂപ്രണ്ടിനോ സുപ്രധാന കാര്യങ്ങളിൽ ഒപ്പ് വാങ്ങുന്നതിനുള്ള അവകാശം നിയമപരമായി ഉണ്ട്. എന്നാൽ ഇവിടെ മാത്രം സൂപ്രണ്ടിന്റെ അധികാര ദുർവിനിയോഗം പാവപ്പെട്ട രോഗികളെ ദുരിതത്തിലാക്കുന്നു. രോഗികൾക്ക് വേണ്ടി കൂടുതൽ വികാരാധീനനാക്കേണ്ട എന്നാണ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരോട് സൂപ്രണ്ടിന്റെ അന്ത്യശാസനം. അധികാരം തന്നിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അധാർമികവും നിയമവിരുദ്ധവുമായ ഇത്തരം പ്രവൃത്തികൾ ഡോക്ടർ നിസാറുദ്ദീൻ ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രികളെയും മറ്റു മരുന്ന് കമ്പനികളെയും സഹായിക്കാനാണ് എന്ന ആക്ഷേപവും വ്യാപകമാണ്. സൂപ്രണ്ടിന്റെ ഒപ്പ് സമയത്ത് കിട്ടാതെ വരുമ്പോൾ രോഗികൾ സ്വാഭാവികമായും പുറത്തുനിന്ന് മരുന്ന് വാങ്ങി കുത്തിവയ്പെടുക്കാൻ നിർബന്ധിതരാകുന്നു. ഡോക്ടർ നിസാറുദ്ദീനെതിരായി നിരവധി പരാതികളാണ് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനിലും CPM ജില്ലാ സെക്രട്ടേറിയറ്റിലുമൊക്കെ ഉള്ളത്. എന്നാൽ തന്റെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഒന്നും ഇയാൾക്ക് ഇതിനൊന്നും ഒരു തടസ്സമാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. CPM സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന അനാവൂർ നാഗപ്പന്റെ ബിനാമിയായാണ്
ഡോക്ടർ നിസാറുദ്ദീൻ ആശുപത്രിയുടെ പ്രധാന അധികാര സ്ഥാനത്ത് കയറിപ്പറ്റിയത്. ആശുപത്രി പോലെയുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ സാധാരണയായി മനുഷ്യത്വപരമായ സമീപന രീതിയായിരിക്കും അവലംബിക്കുക. എന്നാൽ ഇവിടെ ഒരു മാഫിയ തലവനെ പോലെയും ഗുണ്ട നേതാവിനെ പോലെയും ഡോക്ടർമാരുൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാരോടും രോഗികളോടും പച്ചത്തെറിയാണ് സൂപ്രണ്ട് നിസാറുദ്ദീൻ ഉപയോഗിക്കുന്നത്. സംസ്കാരശൂന്യനായ ഈ വ്യക്തി തനിക്ക് അധികാര കേന്ദ്രത്തിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളിലൂടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. തന്റെ വരുതിക്ക് നിൽക്കാത്ത ജീവനക്കാർ വയനാടേക്കും കാസർകോട്ടേക്കുമൊക്കെ തെറിക്കുമെന്നാണ് സൂപ്രണ്ടിന്റെ സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കുന്ന വാചകങ്ങൾ. പാർക്കിങ്ങിൽ വരുന്ന മാധ്യമപ്രവർത്തകരുടെ കാറുകൾ ചങ്ങലക്കിട്ട് പൂട്ടി അതിന്റെ താക്കോൽ സൂക്ഷിച്ച് മാധ്യമപ്രവർത്തകരെ നെട്ടോട്ടമോടിക്കുന്ന ഒരു സുപ്രധാന ചുമതല കൂടി സൂപ്രണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ട്. ഇതിനായി ചങ്ങലമാടൻ എന്നറിയപ്പെടുന്ന ഒരു സെക്യൂരിറ്റിയെ സൂപ്രണ്ട് നേരിട്ട് നിയോഗിക്കുകയും ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ജോലി ചെയ്യാനുള്ള അനുവാദം ഈ ചങ്ങലമാടന് സൂപ്രണ്ട് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് ജോലി ചെയ്യുന്നതായി ഏതെങ്കിലും ജീവനക്കാർ പരാതിപ്പെട്ടാൽ അവരുടെ ജോലി തെറിപ്പിക്കുക എന്ന മഹനീയ കർമ്മവും സൂപ്രണ്ട് വിജയകരമായി ചെയ്തു വരുന്നു. ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന സൂപ്രണ്ടിന് ക്യാൻസർ രോഗികളുടെ മരുന്നിന് ഒപ്പിട്ട് കൊടുക്കാൻ കഴിയാത്തതിൽ എന്ത് അതിശയോക്തിയാണുള്ളത്? അധികാര ദുർവിനിയോഗവും അഴിമതിയും മുഖമുദ്രയാക്കിയ സൂപ്രണ്ട് പദവിക്ക് ഒട്ടും തന്നെ അനുയോജ്യനല്ലാത്ത ഈ വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിലേക്കായി CPM ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ പ്രമേയം അവതരിപ്പിക്കുകയും അത് ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് മണത്തെറിഞ്ഞ ഈ സൂപ്രണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെ ചെന്ന് കണ്ട് കരഞ്ഞ് കാല് പിടിച്ച് തന്റെ ജാതി കാർഡ് ഇറക്കിയാണ് ഇപ്പോഴും തൽസ്ഥാനത്ത് അജയ്യനായി തുടരുന്നത്. ക്യാൻസർ രോഗികളോട് അധികാര ദുർവിനിയോഗവും ക്രൂരതയും കാട്ടി അനധികൃത സർക്കുലറുകളും ഇറക്കി സ്വകാര്യ മരുന്ന് കമ്പനികളെ സഹായിച്ച് അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും കാണിച്ചുകൊണ്ട് സൂപ്രണ്ട് പദവിയിൽ വിലസുന്ന ഡോക്ടർ നിസാറുദ്ദീൻ എന്ന മാഫിയ തലവൻ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റി ആശുപത്രിയിൽ ശുദ്ധികലശം നടത്തേണ്ടതും രോഗികളുടെ കണ്ണുനീർ തുടക്കേണ്ടതും പൗരബോധവും ഉത്തരവാദിത്ത ബോധവുമുള്ള ഒരു സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും പ്രഥമ പരിഗണന അർഹിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രധാന വിഷയം തന്നെയാണ്. അതില്ല, പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. കീമോയുടെ മരുന്നില്ല, സ്റ്റോക്ക് ഇല്ല, പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയോ? പുറത്തുനിന്ന് വാങ്ങിയാണ് കീമോയുടെ മരുന്ന്. ഇപ്പോൾ എത്ര രൂപയായി പുറത്തുനിന്ന് വാങ്ങുന്നതിന്? ഞാൻ വാങ്ങിയ മരുന്ന് 170 രൂപയായുള്ളൂ. മരുന്നാണ്. അത് ഇവിടെ നിന്ന് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. പേഷ്യൻസിന് കിട്ടേണ്ട മരുന്നാണ്. പക്ഷെ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങണമെന്ന് ആരാണ് പറഞ്ഞത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപ്പം പിന്നെ ഇവിടുന്ന് സൗജന്യമായി കിട്ടുന്ന മരുന്ന് സാധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളോ മറ്റോ അങ്ങനെ? ഇൻഷുറൻസ് കാർഡ് ഉള്ളതാണ്, അതിന് കിട്ടുന്നതാണ്. ഇൻഷുറൻസ് കാർഡ് ഉള്ളതുകൊണ്ട് കാർഡ് വെച്ച് പൈസ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല.